ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് ക്രിസ്തീയ ആരാധനയുടെ മാഹാത്മ്യം അഥവാ പ്രാധാന്യം. ക്രിസ്തീയ ആരാധനയുടെ മാഹാത്മ്യം അഥവാ പ്രാധാന്യം. ക്രിസ്തീയ ആരാധനയ്ക്ക് വളരെ മഹത്തായ പ്രാധാന്യമുണ്ട്. കാരണം അത് വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്. ക്രിസ്തീയ ആരാധനയുടെ പ്രാധാന്യം എന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. രണ്ടാമത്തത് വിശ്വാസികളുടെ ഐക്യമാണ്. മൂന്നാമത്തത് ആത്മീയ വളർച്ചയാണ്. നാലാമത്തത് നന്ദിയും പ്രാർത്ഥനയുമാണ്. അഞ്ചാമത്തത് ജീവിതത്തിൻ്റെ ദിശയാണ്. ആറാമത്തത് സ്വർഗാനുഭവത്തിൻ്റെ മുൻരുചിയാണ്. ഏഴാമത്തത് കൂദാശ മൂലമായ ആരാധനയാണ്. സ്വർഗീയ ആരാധനയുടെ പ്രതിബിംബമാണ്. അടുത്തത് പാരമ്പര്യവും ചിഹ്നങ്ങളും ആണ്. അടുത്തത് വചനവും ഗീതവുമാണ്. അടുത്തത് സഭായോഗത്തിൻ്റെ ഐക്യമാണ്. 12ാമത്തത് ആത്മീയ വളർച്ചയാണ്. ക്രിസ്തീയ ആരാധനയുടെ പ്രധാന പ്രാധാന്യം എന്നത് ഇനിയും നമുക്ക് ഇത് ഓരോന്നും അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തത് ദൈവത്തെ മഹത്വപ്പെടുത്തൽ ആണ്. ആരാധനയുടെ പ്രധാന ലക്ഷ്യം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർക്ക് ദൈവവുമായി നേരിട്ടുള്ള ബന്ധം അനുഭവിക്കാൻ കഴിയുമെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വിശ്വാസികളുടെ ഐക്യമാണ് രണ്ടാമത്തെ കാര്യം. സഭയിൽ ഒരുമിച്ച് കൂടി ആരാധിക്കുന്നത് വിശ്വാസികളുടെ ഇടയിൽ സാഹോദര്യ ബന്ധം വളർത്തുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എവിടെ 2 പേരോ 3 പേരോ എൻ്റെ നാമത്തിൽ കൂടി വരുന്നുവോ അവിടെ ഞാൻ അവരോടുകൂടെ ഉണ്ടാകുമെന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 18-ാം അധ്യായം 20-ൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തീയ ആരാധനയുടെ പ്രാധാന്യം എന്നത് ആത്മീയ വളർച്ചയാണ്. ആരാധനയിലൂടെ ദൈവവചനം കേൾക്കുകയും കൂദാശകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആത്മീയ ജീവിതം ശക്തി ആർജിക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രാർത്ഥന, സ്തോത്രഗാനം, ബൈബിൾ വായന ഇവ മനുഷ്യൻ്റെ മനസ്സിനും ആത്മാവിനും പുതുക്കൽ നൽകുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. 4ാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തീയ ആരാധനയുടെ പ്രാധാന്യം എന്നത് നന്ദിയും പ്രാർത്ഥനയുമാണ്. ആരാധനയിൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തോട് നന്ദി പറയുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതോടൊപ്പം തന്നെ തൻ്റെ ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. 5ാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നത് ക്രിസ്തീയ ആരാധനയുടെ പ്രാധാന്യമെന്ന് പറയുന്നത് ജീവിതത്തിന് ദിശ നൽകുന്നതാണ്. അത് ആരാധന വിശ്വാസികളെ നല്ല ജീവിതത്തിലേക്കും നീതിയിലേക്കും കരുണയുടെയും വഴികളിലേക്ക് നടത്തുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആരാധനയിൽ കേൾക്കുന്ന ദൈവവചനം ദൈനംദിന ജീവിതത്തിന് മാർഗദർശനമാകുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. 6ാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തീയ ആരാധനയുടെ പ്രാധാന്യം അതിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് സ്വർഗാനുഭവത്തിൻ്റെ മുൻരുചിയാണ്. സഭയിലെ ആരാധന ഭൂമിയിലെ സ്വർഗാനുഭവത്തിൻ്റെ ഒരു മുൻരുചിയാണ്. വിശ്വാസികൾക്ക് ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കാം എന്ന് നമുക്ക് ഏവർക്കും അറിയാം. 7ാമത്തത് കൂദാശ മൂലമായ ആരാധനയാണ്. ഓർത്തഡോക്സ് സഭയിൽ ആരാധനയുടെ ഹൃദയം പരിശുദ്ധ കുർബാനയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കുർബാനയിൽ അപ്പം, വീഞ്ഞ് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നുവെന്ന് വിശ്വാസം മുഖ്യമാണ്. വിശ്വാസികൾ അതിൽ പങ്കെടുത്ത് ക്രിസ്തുവുമായി
ഒന്നിക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അടുത്തത്, ആരാധനയുടെ പ്രാധാന്യം എന്നത് സ്വർഗീയ ആരാധനയുടെ പ്രതിഫലനമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആരാധന ഭൂമിയിലെ മാത്രം ഒന്നല്ല, സ്വർഗത്തിലെ ദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും ആരാധനയിലേക്കുള്ള പങ്കാളിത്തം കൂടിയാണ് സഭയെ സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്ന സ്ഥലമെന്ന് ഓർത്തഡോക്സ് സഭ കാണുന്നു. അടുത്തത്, അതായത് 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ക്രിസ്തീയ ആരാധനയുടെ പ്രാധാന്യം എന്നത് പാരമ്പര്യവും ചിഹ്നങ്ങളും ആണ്. ആരാധനയിലെ ഓരോ ചടങ്ങിനും ധൂപം, വിളക്കുകൾ, ഐക്കണുകൾ പ്രത്യേകം അർത്ഥമുണ്ട്. ഇവയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം പ്രകടിപ്പിക്കാനും വിശ്വാസികളെ ആത്മീയ ചിന്തയിലേക്ക് ഉയർത്തുവാനും സഹായിക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. 10ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ക്രിസ്തീയ ആരാധനയുടെ പ്രാധാന്യം എന്നത് വചനവും ഗീതവും ചേർന്നതാണ്. ആരാധനയിൽ ദൈവവചനം വായിക്കുകയും സഭാ ഗാനങ്ങൾ പാടുകയും ചെയ്യുന്നു. ഗാനങ്ങൾ വെറും സംഗീതമല്ല, പ്രാർത്ഥനയുടെ രൂപം തന്നെയാണ്. 11ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ക്രിസ്തീയ ആരാധനയുടെ പ്രാധാന്യം എന്നത് സഭായോഗത്തിൻ്റെ ഐക്യമാണ്. ആരാധന വ്യക്തിപരമല്ല, സഭാ ഗണത്തിൻ്റെ ഐക്യ അനുഭവമാണ്. ഒരേ വിശ്വാസം, ഒരേ കുർബാന, ഒരേ ദൈവീക ജീവിതം. ഇതിലൂടെ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു. 12ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ക്രിസ്തീയ ആരാധനയുടെ മഹാത്മ്യം, പ്രാധാന്യം എന്നത് ആത്മീയ വളർച്ചയാണ്. ആരാധന വിശ്വാസികളെ ശുദ്ധീകരിക്കുന്നു, പുതുക്കുന്നു, ക്രിസ്തുവിൻ്റെ മാതൃകയിൽ ജീവിക്കാൻ പ്രാപ്തരാക്കുന്നു. വിശ്വാസിയുടെ ജീവിതത്തിലെ ഓരോ സംഭവവും ആരാധനയിലൂടെ ദൈവ സന്നിധിയിൽ എത്തുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഓർത്തഡോക്സ് ആരാധന ദൈവരാജ്യത്തിൻ്റെ അനുഭവം തന്നെയാണ്. അത് സ്വർഗാനുഭവത്തിൻ്റെ ഭൂമിയിലെ തുടക്കമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ക്രിസ്തീയ ആരാധന ദൈവവുമായി ബന്ധപ്പെടാനുള്ള വഴിയും വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തിയും സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏകതയും നൽകുന്ന ഒന്നാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ക്രിസ്തീയ സഭയിലെ ആരാധനയുടെ പ്രാധാന്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ക്രിസ്തീയ സഭ ആരാധനയെ ജീവിതത്തിൻ്റെ കേന്ദ്രമെന്നും സ്വർഗാനുഭവത്തിൻ്റെ പ്രതിബിംബമെന്നും കരുതുന്നതായി നമുക്ക് ഏവർക്കും അറിയാം. ഓർത്തഡോക്സ് സഭയിലെ പരിശുദ്ധ കുർബാനയുടെ ഘടകങ്ങൾ ക്രിസ്തീയ ആരാധനയുടെ ഏറ്റവും മഹത്തായ ചടങ്ങാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇത് 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് പ്രാരംഭ ഭാഗം, രണ്ടാമത്തേത് വചന ലിതാർജി ഓർ വിശുദ്ധ കുർബാന, മൂന്നാമത്തേത് തിരുവത്താഴ കർമ്മം. പ്രാരംഭ ഭാഗം എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ ആരംഭമാണ്. രണ്ടാമത്തേത് വസ്ത്രധാരണം, പുരോഹിതനും ശുശ്രൂഷക്കാരും വസ്ത്രധാരണം നടത്തുന്നു. മൂന്നാമത്തേത് അപ്പം വീഞ്ഞ് ഒരുക്കലാണ്. നാലാമത്തേത് പാപോച്ചാരവും ക്ഷമയും ചോദിക്കലാണ്. സഭ ഒന്നു ചേർന്ന് പാപം ഏറ്റുപറയുന്നതിനും അതോടൊപ്പം തന്നെ പാപത്തിൻ്റെ ക്ഷമായാചനയും നടത്തുന്ന സമയമാണ്. അടുത്തത്, രണ്ടാമത്തേത് പോയിന്റ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അതായത് ദൈവവചനം കേൾക്കുന്ന ഭാഗം. പഴയ നിയമം, അപ്പോസ്തല പ്രവൃത്തികൾ, ലേഖനങ്ങൾ, സുവിശേഷ വായന, ഇതൊക്കെയാണ് നാം അവിടെ കേൾക്കുന്നത്. പഴയ കാലത്തായിരുന്നെങ്കിൽ സുവിശേഷ വായനയ്ക്ക് ശേഷം, അതായത് എവൻഗേലിയോൻ മേശയിൽ ഉടനെ തന്നെ പ്രസംഗം പറയുന്ന ഒരു രീതിയായിരുന്നു, പാരമ്പര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മുടെ സൗകര്യാർത്ഥം അത് പിന്നീടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സന്ദേശീയ പ്രസംഗമാണ്. മൂന്നാമത്തേത് സമാധാന ചുംബനമാണ്. നാലാമത്തേത് വിശ്വാസ പ്രമാണമാണ്. അതിനുശേഷമാണ് മൂന്നാമത്തേതും മഹത്തായതുമായ തിരുവത്താഴ കർമ്മം വരുന്നത്. കുർബാനയിലൂടെ ഹൃദയം, അതായത് കുർബാനയുടെ ഹൃദയമാണത്. അപ്പം വീഞ്ഞ് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്ന ആ ഭാഗം. അനാഫോറയാണ് രണ്ടാമത്തേത്. പുരോഹിതൻ
കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായ ആ ഭാഗങ്ങൾ. മൂന്നാമത്തത് പൗത്രീകരണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ അപ്പം വീഞ്ഞ് ക്രിസ്തുവിൻ്റെ ശരീരരക്തമായി മാറുന്നു. നാലാമത്തേത് സ്മരണയാണ്. ക്രിസ്തുവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, രണ്ടാമത്തെ വരവ് എന്നിവ സഭ സ്മരിക്കുന്നു. അഞ്ചാമത്തേത് വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. സഭ മുഴുവനും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആറാമത്തേത് കുർബാന പങ്കിടിയിലാണ്. കുർബാന വിശ്വാസികൾ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഏഴാമത്തേത് നന്ദി പ്രാർത്ഥനയാണ്. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. എട്ടാമത്തേത് അനുഗ്രഹത്തോടെ വിട. ശാന്തിയിൽ പോകുവീനെന്ന് പുരോഹിതൻ ആശീർവദിച്ച് നമുക്ക് വിടുതൽ നൽകി നമ്മെ ഓരോരുത്തരെയും അയക്കുന്നു. ഒരു ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പ്രാരംഭം, അതായത് ഒരുക്കം, ക്ഷമ, ശുദ്ധീകരണം എന്നിവയാണ് അതിൽ കാണുന്നതെങ്കിൽ രണ്ടാമത്തേത് വചനഭാഗം, ദൈവ വചന കേൾവിയാണ്. മൂന്നാമത്തേത് യാഗഭാഗം, അപ്പം വീഞ്ഞ് ദൈവ ശരീരരക്തമായി മാറൽ, വിശ്വാസികളുടെ പങ്കിടലുകൾ, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ക്രിസ്തീയ ആരാധനയുടെ പ്രാധാന്യമാണ് നാം മനസ്സിലാക്കിയത്. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ഇതൊക്കെയും കൃത്യമായി മനസ്സിലാക്കി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന സ്വീകരിക്കുകയും നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ സമയാസമയങ്ങളിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതായ ആ വിശുദ്ധീകരണത്തെ കൃത്യമായി മനസ്സിലാക്കി വിശുദ്ധിയോടുകൂടി നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.